ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ അച്ഛനൊപ്പം ചായ വിറ്റിരുന്ന ഒരു കുട്ടി. ജീവിതത്തിൽ വലിയ സമ്പത്തോ രാഷ്ട്രീയ പാരമ്പര്യമോ ഒന്നുമില്ലാതെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് അനവധി വെല്ലുവിളികൾ മറികടന്ന് ഒടുവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മാറിയ ഒരാളുടെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ജീവിതയാത്ര. ഒരു ചായക്കാരനിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിലേക്കുള്ള അത്ഭുതകരമായ യാത്ര. നരേന്ദ്രമോദി 1950 സെപ്റ്റംബർ 17 ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തിലെ മെഹ്സാന ജില്ലയിലെ വഡ്നഗർ എന്ന ചെറിയ പട്ടണത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ദാമോദർ ദാസ് മുൽചന്ദ് മോദി, മാതാവിന്റെ പേര് ഹീരാബെൻ മോദി. മോദി കുടുംബം സാമ്പത്തികമായി വളരെ സാധാരണ നിലയിലായിരുന്നു. 6 മക്കളുള്ള കുടുംബത്തിൽ മൂന്നാമത്തെ കുട്ടിയായിരുന്നു നരേന്ദ്രമോദി. അന്നത്തെ കാലത്ത് കുടുംബത്തിന് സ്ഥിര വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ കുടുംബ ചെലവുകൾ നടത്താൻ അദ്ദേഹത്തിന്റെ പിതാവ് വഡ്നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം ഒരു ചെറിയ ചായക്കട നടത്തി. ചെറുപ്പം മുതൽ തന്നെ നരേന്ദ്രമോദി അച്ഛനെ സഹായിക്കാൻ ആ ചായക്കടയിൽ ജോലി ചെയ്യാറുണ്ടായിരുന്നു. ട്രെയിൻ എത്തിയാൽ യാത്രക്കാർക്ക് ചായ എത്തിച്ചു കൊടുക്കുക, ഇവയെല്ലാം ബാലനായ മോദിയുടെ ദിവസചര്യയുടെ ഭാഗമായിരുന്നു. വഡ്നഗറിലെ സ്കൂളിലായിരുന്നു മോദിയുടെ പഠനം. അധ്യാപകരുടെ ഓർമ്മകളിൽ അദ്ദേഹം വളരെ സാധാരണ വിദ്യാർത്ഥിയായിരുന്നു. എന്നാൽ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്: മോദിക്ക് മികച്ച പ്രസംഗശേഷിയുണ്ടായിരുന്നു. സ്കൂളിലെ ഡിബേറ്റുകളിലും നാടകങ്ങളിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു. ദേശഭക്തിയും സേവന മനോഭാവവും ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു. ഒരു അവസരത്തിൽ സ്കൂൾ NCC പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. ചെറുപ്പം മുതൽ സന്യാസ ജീവിതത്തോടും ആത്മീയതയോടും അദ്ദേഹത്തിന് വലിയ ആകർഷണമുണ്ടായിരുന്നു. സ്വാമി വിവേകാനന്ദന്റെ ചിന്തകൾ അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. വിവേകാനന്ദന്റെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ഇന്ത്യയെ സേവിക്കണമെന്ന ചിന്ത മോദിയിൽ ശക്തമായി വളർന്നു. യൗവനത്തിലേക്ക് കടന്നപ്പോൾ നരേന്ദ്രമോദിയുടെ മനസ്സിൽ ഒരു ചോദ്യം ശക്തമായി ഉയർന്നു: ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഈ ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ച് അദ്ദേഹം വീട് വിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ഹിമാലയ മേഖലകളിലും ആശ്രമങ്ങളിലുമായി അദ്ദേഹം കുറെ കാലം ചെലവഴിച്ചുവെന്ന വിവരങ്ങൾ പിന്നീട് പുറത്തുവന്നു. രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്കാരങ്ങളും ജീവിത സാഹചര്യങ്ങളും അടുത്തറിഞ്ഞ ഈ കാലഘട്ടം മോദിയുടെ ചിന്താഗതിയെ വളരെയധികം സ്വാധീനിച്ചു. പിന്നീട് നരേന്ദ്രമോദി RSSൽ ചേർന്നു. ഇന്ത്യയിലെ വലിയ ഹിന്ദു ദേശീയവാദ സംഘടനകളിൽ ഒന്നായ RSSൽ അദ്ദേഹം ഒരു പ്രചാരകായി പ്രവർത്തിച്ചു. പ്രചാരക് എന്നത് സംഘടനയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന മുഴുവൻ സമയ പ്രവർത്തകനെയാണ് സൂചിപ്പിക്കുന്നത്. RSSൽ അദ്ദേഹം കർശനമായ ജീവിതശൈലി പിന്തുടർന്നു. അച്ചടക്കം, കഠിനാധ്വാനം, സംഘടനാ കഴിവ് എന്നിവയിൽ അദ്ദേഹം വളരെ വേഗത്തിൽ ശ്രദ്ധേയനായി. അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് മുതിർന്ന നേതാക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. 1980കളിൽ ഭാരതീയ ജനതാ പാർട്ടി അഥവാ BJP രൂപം കൊണ്ടപ്പോൾ RSSൽ നിന്നുള്ള നിരവധി പ്രവർത്തകർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു. അവരിൽ ഒരാളായിരുന്നു നരേന്ദ്രമോദി. സംഘടനാ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച അദ്ദേഹം ഗുജറാത്ത് BJPയുടെ പ്രധാന തന്ത്രജ്ഞരിൽ ഒരാളായി മാറി. 1990കളിൽ BJPയുടെ വളർച്ചയിൽ മോദിയുടെ പങ്ക് വളരെ നിർണായകമായിരുന്നു. LK അദ്വാനിയുടെ രഥയാത്ര പോലുള്ള വലിയ രാഷ്ട്രീയ പരിപാടികളുടെ സംഘാടനത്തിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. മോദിയുടെ പ്രവർത്തന ശൈലി വളരെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം മണിക്കൂറുകളോളം ജോലി ചെയ്യുകയും ചെറിയ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുകയും ചെയ്തു. 2001 ഗുജറാത്തിൽ വലിയ ഭൂചലനമുണ്ടായി. ആ സമയത്ത് സംസ്ഥാനത്തെ ഭരണവും BJPയുടെ നിലയും വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് BJP നേതൃത്വം നരേന്ദ്രമോദിയെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നിയമിച്ചത്. 2001 ഒക്ടോബർ 7 അദ്ദേഹം ആദ്യമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം വികസന പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. റോഡുകൾ, വൈദ്യുതി, വ്യവസായം, നിക്ഷേപം. ഗുജറാത്തിനെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. വൈബ്രന്റ് ഗുജറാത്ത് എന്ന നിക്ഷേപ സമ്മേളനം രാജ്യാന്തര ശ്രദ്ധ നേടി. എന്നാൽ 2002 ഗുജറാത്ത് കലാപം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായി മാറി. ആ സംഭവവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം വലിയ രാഷ്ട്രീയ വിമർശനങ്ങളും അന്വേഷണങ്ങളും നടന്നു. പിന്നീട് ഇന്ത്യയുടെ സുപ്രീം കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അദ്ദേഹത്തിനെതിരെ കുറ്റം തെളിയിക്കാൻ മതിയായ തെളിവുകളില്ലെന്ന് കണ്ടെത്തി. എങ്കിലും ആ വിഷയം ഇന്നും രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാനമായി തുടരുന്നു. ഗുജറാത്തിൽ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ നേടിയതോടെ നരേന്ദ്രമോദിയുടെ ജനപ്രീതി ദേശീയ തലത്തിലേക്ക് ഉയർന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലിയും ശക്തമായ ഇമേജും BJPയെ പുതിയ തലത്തിലേക്ക് എത്തിച്ചു. 2013 BJP അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രചാരണങ്ങളിൽ ഒന്നാണ് നടന്നത്. 3D ഹോളോഗ്രാം റാലികൾ, സോഷ്യൽ മീഡിയയുടെ വൻ ഉപയോഗം, അച്ഛേ ദിൻ എന്ന മുദ്രാവാക്യം, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 100 കണക്കിന് റാലികൾ. മോദിയുടെ പ്രചാരണം യുവാക്കളെയും മധ്യവർഗത്തെയും വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചു.
2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ചരിത്ര വിജയം നേടി. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിന് പുറത്തുള്ള ഒരു പാർട്ടി സ്വന്തം ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. 2014 മെയ് 26 നരേന്ദ്രമോദി ഇന്ത്യയുടെ 14ാമത് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ചായ വിറ്റിരുന്ന ബാലൻ ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രചോദനം നൽകുന്ന കഥകളിലൊന്നായി മാറി. പ്രധാനമന്ത്രിയായ ശേഷം മോദി സർക്കാർ നിരവധി വലിയ പദ്ധതികളും തീരുമാനങ്ങളും അവതരിപ്പിച്ചു. അവയിൽ ചിലത് നമുക്ക് നോക്കാം. ഒന്നാമത് സ്വച്ഛ് ഭാരത് അഭിയാൻ, രാജ്യത്തെ ശുചിത്വം മെച്ചപ്പെടുത്താൻ ആരംഭിച്ച വലിയ ക്യാമ്പയിൻ. രണ്ടാമത്തത് ഡിജിറ്റൽ ഇന്ത്യ, സർക്കാർ സേവനങ്ങൾ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം. മൂന്നാമത് മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിർമ്മാണ മേഖല വളർത്തി നിക്ഷേപം ആകർഷിക്കാൻ ആരംഭിച്ച പദ്ധതി. നാലാമത് ഡിമോണിറ്റൈസേഷൻ, 2016 നവംബർ 8 500,000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ തീരുമാനം രാജ്യം മുഴുവൻ വലിയ ചർച്ചയായി. കള്ളപ്പണം, വ്യാജനോട്ട്, അഴിമതി എന്നിവ തടയാനായിരുന്നു ഈ നീക്കമെന്ന് സർക്കാർ വ്യക്തമാക്കി. എന്നാൽ സാമ്പത്തിക മേഖലയിലെ അതിന്റെ സ്വാധീനത്തെക്കുറിച്ച് ഇന്നും വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. അഞ്ചാമത് GST, രാജ്യത്ത് ഏകീകൃത നികുതി സംവിധാനം കൊണ്ടുവന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ആറാമത് ആർട്ടിക്കിൾ 370 റിമൂവൽ, 2019 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കി. ഏഴാമത് രാം മന്ദിർ, അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം മോദി സർക്കാരിന്റെ കാലത്ത് വലിയ ദേശീയ സംഭവമായി മാറി. നരേന്ദ്രമോദി അന്താരാഷ്ട്ര തലത്തിലും വലിയ ശ്രദ്ധ നേടിയ നേതാവാണ്. അമേരിക്ക, ജപ്പാൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് പ്രധാനമാണ്. ലോക നേതാക്കളുമായുള്ള വ്യക്തിപരമായ ബന്ധവും ശക്തമായ പ്രസംഗ ശൈലിയും അദ്ദേഹത്തെ ആഗോളതലത്തിൽ ശ്രദ്ധേയനാക്കി. വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ സമൂഹവുമായി വലിയ പരിപാടികൾ സംഘടിപ്പിച്ചതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലിയുടെ പ്രത്യേകതയായി മാറി. നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളാണ്. അതേസമയം ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളുമാണ്. അദ്ദേഹത്തിന്റെ അനുകൂലികൾ പറയുന്നത് അദ്ദേഹം ശക്തനായ നേതാവാണ്, ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർത്തി, അടിസ്ഥാന സൗകര്യ വികസനത്തിലും ദേശീയ സുരക്ഷയിലും ശ്രദ്ധ നൽകി. എന്നാൽ വിമർശകർ പറയുന്നത് സാമൂഹിക വിഭജനങ്ങൾ വർദ്ധിച്ചു, ചില നയങ്ങൾ സാമ്പത്തികമായി വെല്ലുവിളി സൃഷ്ടിച്ചു, മാധ്യമ സ്വാതന്ത്ര്യത്തെയും പ്രതിപക്ഷ രാഷ്ട്രീയത്തെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം അതീവ ശക്തമാണ്. നരേന്ദ്രമോദി വളരെ കർശനമായ ദിനചര്യ പിന്തുടരുന്ന വ്യക്തിയായി അറിയപ്പെടുന്നു. വളരെ കുറച്ച് മണിക്കൂർ മാത്രമാണ് അദ്ദേഹം ഉറങ്ങാറുള്ളതെന്ന് പറയപ്പെടുന്നു. യോഗയും ധ്യാനവും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ടെക്നോളജിയും സോഷ്യൽ മീഡിയയും വളരെ ഫലപ്രദമായി ഉപയോഗിച്ച ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് മോദി. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ ശൈലിയും പൊതുപ്രസംഗങ്ങളും ജനങ്ങളിൽ വലിയ ശ്രദ്ധ നേടാറുണ്ട്. വഡ്നഗറിലെ ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റിരുന്ന ഒരു ബാലൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായി മാറിയിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ജീവിതം ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാണ്. സാധാരണ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് സ്വപ്നങ്ങൾ ചെറുതാകേണ്ടതില്ലെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം കാണിച്ചു തരുന്നു. അതേസമയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്രയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളും ശക്തമായ ചർച്ചകളും ഇന്നും തുടരുന്നു. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ നരേന്ദ്രമോദി എന്ന പേര് ദീർഘകാലം ഓർമ്മിക്കപ്പെടും.